നമസ്കാരം. വെറും 1900 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടെ പണി കഴിപ്പിച്ചിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഹോം ടൂർ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും മറ്റൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. എലയിടത്ത് മന മാധവ് എന്നാണ് വീടിന് പേര് വെച്ചിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള വീടാണ്. ഒരു നിലയാണെങ്കിലും വലിയൊരു എലിവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ തന്നെയുള്ള ഫസാഡ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ വീടിൻ്റെ കംപ്ലീറ്റ് ആർക്കിടെക്ചറൽ വർക്കുകളും ചെയ്തിരിക്കുന്നത്. പ്ലാനിങ്, കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ കംപ്ലീറ്റ് വർക്കുകളും അവർ തന്നെ ചെയ്തിട്ടുണ്ട്. സോ ക്രെഡിറ്റ് പൂർണ്ണമായിട്ടും അവർക്ക് അർഹതപ്പെട്ടതാണ്. അവരുടെ സർവീസുകളെ കുറിച്ച് കൂടുതൽ നമുക്ക് ഈ വീഡിയോയിൽ പിന്നീട് സംസാരിക്കാം. ആദ്യം വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നല്ല മനോഹരമായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ് വീടിന് നൽകിയിട്ടുണ്ട്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് കടപ്പ സ്റ്റോൺ ആണ്. അതുകൊണ്ട് ഒരു ഡാർക്ക് ഗ്രേ കളർ നമുക്ക് ഫ്ലോറിങ്ങിൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേപോലെ കോബിൾ സ്റ്റോൺ യൂസ് ചെയ്തിട്ടൊരു സ്ട്രിപ്പ് നൽകിയിട്ടുണ്ട്. 2 കല്ലുകൾ വരുമ്പോൾ ഒരു സ്ട്രിപ്പ് വരുന്നത് നല്ല രസത്തിൽ ഒരു മോഡേൺ സ്റ്റൈൽ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. വീടിൻ്റെ എലിവേഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിലും ഒരു മോഡേൺ സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. സിറ്റൗട്ടിൻ്റെ ഭാഗം ഒരു ബോക്സ് ടൈപ്പിലും അതിനുശേഷം ഒരു ചെരിഞ്ഞ റൂഫും വീടിൻ്റെ ഫ്രണ്ടിൽ എലിവേഷൻ ഡിസൈനായിട്ട് നൽകിയിട്ടുണ്ട്. എൽ ഷേപ്പിലാണ് സിറ്റൗട്ട് നൽകിയിരിക്കുന്നത്. സിറ്റൗട്ടിൻ്റെ ഒരു ഭാഗത്ത് ഇതേപോലെ പ്ലാന്റ് അകത്തേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ ഒരു പ്ലാന്റർ ബോക്സ് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ പെബിൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് വരുന്നു ഇവിടെ. എൽ ഷേപ്പിൽ വരുന്ന സിറ്റൗട്ടിൽ ഫ്ലോറിങ് നൽകിയിരിക്കുന്നത് വിട്രിഫൈഡ് ടൈലാണ്. നമ്മൾ സിറ്റൗട്ടിൽ ഇടുന്ന കനം കൂടിയിട്ടുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രാനൈറ്റിൻ്റെ ഒരു ഫിനിഷാണ് ആ ടൈലിന് കിട്ടുന്നത്. അത്യാവശ്യം വലിയ സൈസുള്ള വിൻഡോസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വിൻഡോസിനൊക്കെ മരം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേപോലെ വലിയൊരു വിൻഡോ ഈ ഭാഗത്തും നൽകിയിട്ടുണ്ട്. സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 സോഫ സീറ്റേഴ്സാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വുഡൻ ബേസിൽ ചെയ്തിരിക്കുന്ന അതിൽ ഫാബ്രിക് കുഷൻ നൽകിയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു സോഫ സീറ്ററാണ് വെൽക്കമിങ്ങിന് വേണ്ടിയിട്ട് ലിവിങ്ങിൽ നൽകിയിരിക്കുന്നത്. വലിയ വിൻഡോസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കാറ്റും വെളിച്ചമൊക്കെ വീടിനകത്തേക്ക് വരാൻ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് കണ്ടതുപോലെ ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു ഏരിയ ആണ്. നമ്മൾ ആ ചെരിഞ്ഞ റൂഫ് കാണുന്നത് ഈ ഒരു ലിവിങ് സ്പേസിൻ്റെ റൂഫിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലോറിൽ നിന്ന് 5 മീറ്റർ ഹൈറ്റ് വരെ ഈ ഒരു ലിവിങ് സ്പേസിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ട് ഫസ്റ്റ് നമ്മുടെ ഗസ്റ്റുകൾ കയറി വരുന്ന ഭാഗം നമുക്ക് ഫീൽ ചെയ്യിക്കാൻ സാധിക്കും. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വുഡൻ ഫിനിഷ് വരുന്ന വേർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. വെനീർ ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. വൈറ്റ് ഫിനിഷിൽ വരുന്ന ഒരു സ്റ്റോറേജ് യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കോമൺ സ്പേസിലേക്ക് കയറാൻ സാധിക്കും. ഇവിടെ ഡൈനിങ് സ്പേസ് വരുന്നു. നല്ല മനോഹരമായിട്ടുള്ളൊരു സീറ്റിംഗ് ഏരിയ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. നാച്ചുറൽ ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് റൂഫിൽ ഗ്ലാസ് റൂഫ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു സ്പേസിൽ നല്ല രീതിയിലുള്ള വെളിച്ചം ലഭിക്കുന്നു. നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിൽ നമ്മുടെ വീട്ടിൽ രാവിലെ വന്നിരിക്കാൻ പറ്റുന്നൊരു സ്പേസാണിത്. തൊട്ടടുത്ത് തന്നെ പൂജാമുറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കോർട്ട്യാർഡിനോട് ചേർന്നിട്ടാണ് പൂജാമുറി നൽകിയിരിക്കുന്നത്. നേരെ ഓപ്പൺ കിച്ചൺ സ്റ്റൈലിലാണ് ഈ വീട്ടിലെ കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് കിച്ചൺ. ബെഡ്റൂമുകൾ വരുന്നു. 3 ബെഡ്റൂമുകളാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓരോ ബെഡ്റൂമുകളും നമുക്ക് 1 by 1 ആയിട്ട് കാണാം. ആദ്യം നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. 6 പേർക്ക് ഒരേ സമയത്ത് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ചെയറുകളെല്ലാം ഇതേപോലെ ഫാബ്രിക് കഷൻ കവേർഡ് ആയിട്ടുള്ള ചെയറുകളാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ വാഷ് ഏരിയ ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഷ് ഏരിയ നൽകിയിട്ടുണ്ട്. വാളിൽ വാൾ ടൈൽ നൽകിയിരിക്കുന്നു. ഒരു മിറർ, ഒരു ലൈറ്റ്, നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൈനിങ് സ്പേസ് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് കാണാനുള്ളത് ഈ വീട്ടിലെ കിച്ചൺ ഏരിയ ആണ്. നമുക്ക് ചെറിയ സ്പേസ് ആണെങ്കിലും നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു കിച്ചൺ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് കാണാൻ സാധിക്കുക. വുഡൻ സ്റ്റൈലിലാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തിട്ടുള്ളത്. 2 ഹൈ ചെയറും ഇതിന് നൽകിയിട്ടുണ്ട്. നല്ല 2 ഹാങ്ങിങ് ലൈറ്റ്സുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. നേരെ വരികയാണെങ്കിൽ ഒരു ബ്ലൂ തീമിൽ ചെയ്തിരിക്കുന്ന ഒരു കിച്ചണാണ് നമുക്ക് കാണാൻ സാധിക്കുക. കിച്ചൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 4.3 മീറ്ററാണ് ഇവിടെ സൈസ് വരുന്നത്. 3 മീറ്ററാണ് ഇവിടെ വിഡ്ത്ത് വരുന്നത്. 2 സൈഡിലും ക്യാബിനറ്റ്സുകൾ കൊടുത്തിരിക്കുകയാണ്. ഈ ഭാഗത്ത് ടോൾ ഹൈറ്റിലുള്ള ക്യാബിനറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ടോൾ യൂണിറ്റ് എന്ന് പറയാം. അവിടെ തന്നെയാണ് റെഫ്രിജറേറ്റർ ഒക്കെ നൽകിയിട്ടുള്ളത്. ഓവൻ, OTG നൽകാനുള്ള സ്പേസ് ഇതാ ഇവിടെ നൽകിയിട്ടുണ്ട്. ക്രോക്കറി യൂണിറ്റിൻ്റെ സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സിങ്ക് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. അതിൽ ഹോട്ടും കോൾഡും വരാനുള്ള 2 ടാപ്പുകൾ സെറ്റ് ചെയ്തിരിക്കുന്നു. ഹുഡ് ആൻഡ് ഹോബ് ഈ ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടേക്ക് വരികയാണെങ്കിൽ ഒരു ഓപ്പൺ സ്പേസ് നൽകിയിട്ടുണ്ട്.
ഇതേപോലുള്ള ഓപ്പൺ സ്പേസുകളിലൊക്കെ ലൈറ്റിംഗ് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ ഈ ഒരു കിച്ചൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടി, ചെതൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഈ കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത് WPC ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ കിച്ചൺ എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ആർക്കിടെക്ട്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോർട്ട്യാർഡ് കം പൂജാമുറി എന്ന് പറയുന്ന ഭാഗത്താണ്. നല്ലൊരു, നേരത്തെ പറഞ്ഞതുപോലെ നാച്ചുറൽ ലൈറ്റ് ലഭിക്കുന്ന രീതിയിൽ ഗ്ലാസ് റൂഫിങ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ നമ്മൾ പ്ലാൻ ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് ഗ്ലാസ് റൂഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവിടെ ഗ്രില്ലിട്ട് മുകളിൽ ഗ്ലാസ് ഒക്കെ ഇട്ടിരിക്കുകയാണ്. മഴ പെയ്ത് കഴിഞ്ഞാലും നമുക്ക് വെള്ളം അകത്തേക്ക് വരാത്ത രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് വരികയാണെങ്കിൽ ജാളി ബ്രിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്രീത്തിങ് വാൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതായത് ഔട്ട്സൈഡിൽ നിന്നുള്ള കാറ്റുകൾ വീടിനകത്തേക്ക് വരാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വാളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് മിനിമൽ ആയിട്ടുള്ളൊരു പൂജാമുറി നൽകിയിരിക്കുന്നു. ഇവിടെ ഇതേപോലെ ഒരു പ്ലാന്റർ ബോക്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു സ്ലാബ് വാർത്തിട്ട് ഇരിക്കാനുള്ള സ്പേസ് നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഒരു ഫാമിലി ടൈമിൽ എല്ലാ മെമ്പേഴ്സിനും ഇരിക്കാനുള്ള ധാരാളം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. നേരെ മുകൾ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ മക്കൾക്ക് പഠിക്കാനുള്ള ഒരു സ്റ്റഡി ഏരിയ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. നോക്കൂ, നമ്മൾ ഈവനിങ് സമയത്ത് നമ്മൾ വീട്ടിലുണ്ടെങ്കിലും കുട്ടികൾ പഠിക്കുന്ന സമയം നമ്മുടെ കണ്ണിന് മുന്നിൽ തന്നെ കുട്ടികളെ നിർത്താൻ ഇങ്ങനെയുള്ളൊരു പ്ലാനിങ് കൊണ്ട് സാധിക്കുന്നുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിലിംഗ് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് ബെഡ്റൂമുകളെല്ലാം കാണാം. മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് മാസ്റ്റർ ബെഡ്റൂമിന് ഹെഡ് ബോർഡ് നൽകിയിരിക്കുന്നത്. കിങ് സൈസിലുള്ളൊരു ബെഡാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. വാളിലേക്ക് നോക്കുകയാണെങ്കിൽ മൾട്ടിവുഡിൽ ടെക്സ്ചർ ഫിനിഷ് ചെയ്തിട്ടാണ് വാൾ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. മിനിമലായിട്ടാണ് ചെയ്തിരിക്കുന്നത്, എന്നാൽ തന്നെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തൊരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിരിക്കുന്നു. നേരെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ വർക്ക് ടേബിൾ നൽകിയിട്ടുണ്ട്. അതിന് ഇതേപോലെ ഒരു ജനൽ നൽകിയിട്ടുണ്ട്. വിൻഡോ കോർട്ട്യാർഡിലേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. മാത്രമല്ല ഒരു മിനിമൽ സ്റ്റൈലിൽ വരുന്ന ഒരു ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ബേ വിൻഡോ നൽകിയിരിക്കുന്നു. അതിന് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ വരുന്നത് വാർഡ്രോബ് ഏരിയ ആണ്. ഈ ഒരു ഭാഗത്ത് വാർഡ്രോബ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു വാള് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ഹൈറ്റിൽ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ആക്ച്വലി ഇത് പ്ലാനിങ്ങിൻ്റെ സമയത്ത് ഒരു വിൻഡോ ആയിട്ട് പ്ലാൻ ചെയ്തതാണ്. പിന്നീട് ഒരു മിറർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മിറർ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നു. വിട്രിഫൈഡ് ടൈൽ യൂസ് ചെയ്തിട്ടാണ് ടോയ്ലറ്റ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ തമ്മിൽ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഇവിടെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ബെഡ്റൂം കാണാം. അത് കിഡ്സ് ബെഡ്റൂമാണ്. ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വാഷ് ബേസിൻ ഏരിയയുടെയൊക്കെ തൊട്ടടുത്ത് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു. കിഡ്സ് ബെഡ്റൂം 2 പേർക്ക് കിടക്കാവുന്ന രീതിയിൽ 2 സിംഗിൾ ബെഡായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ 2 ആൺമക്കളാണ് ഈ വീട്ടിലുള്ളത്. 2 പേരും നല്ല ഫുട്ബോൾ ഫാൻസാണ്. ഒരാൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ നല്ല ആരാധകനും ഒരാൾ ആഴ്സണലിൻ്റെ നല്ല ആരാധകനുമാണ്. അപ്പോൾ അവരുടെ ജേഴ്സിയുടെ ഒരു തീമിൽ വേണമെന്ന് പറഞ്ഞപ്പം അതിനനുസരിച്ചിട്ട് ആർക്കിടെക്ട്സ് ആ ഒരു ഫുട്ബോളിൻ്റെ പോളിഗണൽ ഷേപ്പ് ഉണ്ടല്ലോ, അതിന് ഫുട്ബോളിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് ആ ഒരു ഷേപ്പിൽ തന്നെ ഹെഡ് ബോർഡൊക്കെ ചെയ്തിരിക്കുന്നു. അവിടെ നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. റൂമിൽ ഇങ്ങനെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ടെങ്കിൽ ഒത്തിരി പർപ്പസ് ഉണ്ട്. നമുക്ക് വെറുതെ ഇരിക്കാം, പുസ്തകങ്ങൾ വായിക്കാം, നല്ലൊരു ക്വാളിറ്റി ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ. ജനലുകളുടെ അടുത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ലൈറ്റും നല്ല കാറ്റും ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും. വാർഡ്രോബ് ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാർഡ്രോബിൻ്റെ ഡിസൈനിൽ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിരിക്കുന്നു. അടിയിൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. വാർഡ്രോബിൻ്റെ സൈഡിൽ ഇതേപോലെ ഒരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. മാത്രമല്ല ഈ ഒരു ഡോറ് തന്നെ മിററും കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഡ്യുവൽ പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു പേരൻറ്റ് ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് കാണാം. ബെഡ്റൂമിലേക്ക് കയറി വരുമ്പം തന്നെ ഇതാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. ഇവിടെ ഇതേപോലെയാണ് ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. നല്ല വെറൈറ്റി ഐഡിയ ആയിട്ട് തോന്നിയിട്ടുണ്ട്. വാർഡ്രോബിൻ്റെ സൈഡ് ഭാഗമാണിത്. അവിടെ നല്ല രസമുള്ള ഒരു വുഡൻ ബോർഡറും അതേപോലെ ഒരു ഡ്രോവറും നൽകിയിരിക്കുന്നു. ഒരു മിറർ അകത്ത് നൽകിയിട്ടുണ്ട്. ഇതാണ് കട്ടിൽ വരുന്നത്. ഇതേപോലെ നമുക്ക് 2 സിംഗിൾ ബെഡായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്കിങ്ങനെ നീക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹെഡ് ബോർഡിൻ്റെ 2 അറ്റത്തേക്ക് മാറ്റിയിടാൻ സാധിക്കും. അപ്പോൾ 2ആയിട്ട് കിടക്കണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് കിടക്കാം. അതല്ല ഒരു കിങ് സൈസ് ബെഡ് പോലെ ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇങ്ങോട്ട് നീക്കിയിടുന്ന സമയത്ത് ഈ സൈഡ് ടേബിൾ എടുത്തിട്ട് സെൻറ്റർ സ്പേസിൽ ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതാണ് വാർഡ്രോബിൻ്റെ ഡിസൈൻ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നു. അതിൽ സെൻറ്ററിൽ തന്നെ ഇതേപോലെ ഒരു ഓപ്പൺ ഭാഗവും നൽകിയിട്ടുണ്ട്. വളരെ മിനിമലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാനുള്ളത് ആ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭാഗത്ത് നൽകിയിരിക്കുന്ന കുട്ടികളുടെ സ്റ്റഡി ഏരിയ ആണ്.
സ്റ്റെയർ കേസ് വെറുതെ നമ്മൾ മുകളിലേക്ക് ഇനി അഡീഷൻ വരികയാണെങ്കിൽ അതിനു വേണ്ടി ചെയ്തിരിക്കുന്ന സ്റ്റെയർ കേസ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സിംഗിൾ സ്റ്റോറി വീടാണ്. ആ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭാഗത്ത് തന്നെ ഒരു മെസനൈൻ ഫ്ലോർ എന്നുള്ള രീതിയിൽ, അതായത് ഒരു ഫുൾ ഫ്ലോറിലല്ല ഒരു ഹാഫ് ഫ്ലോർ ഹൈറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു സ്പേസിലാണ് കുട്ടികളുടെ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഈ ഭാഗത്താണ്. ചെറിയൊരു സ്പേസ് ആണ്, അത് നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ ഇതേപോലെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ നൽകി ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്. മുകളിൽ ബുക്കുകളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഷെൽഫ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് നോക്കിയാലും നല്ലൊരു ആംബിയൻസ് കിട്ടും. അപ്പോൾ വീടിനകത്ത് തന്നെ നമുക്ക് നല്ലൊരു ഓപ്പൺ ഫീലുള്ള നല്ല കംഫേർട്ടുള്ള ഒരു ഏരിയ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ വീടുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതേപോലത്തെ ഐഡിയാസൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. ഈ വീടിൻ്റെ ഹൗസ് ഓണേഴ്സാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്, കൃഷ്ണപ്രസാദ് ആൻഡ് ഫാമിലി. വെൽക്കം ടു മൈ ബെറ്റർ ഹോം. ഓക്കെ, താങ്ക് യു. നമ്മൾ ആർക്കിടെക്ട്സിൻ്റെ ഫീഡ്ബാക്ക് ഒന്നറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ സെഷൻ വെച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഫസാഡ്, ഗോകുലിൻ്റെയും രാഹുലിൻ്റെയും ഒക്കെ ഒരു വർക്ക്? എന്താണ് നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ളൊരു ഒപ്പീനിയൻ? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എക്സലൻറ്റ് എന്നാണ്. നമ്മൾ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. ഇതുപോലെ നമ്മുടെ നിങ്ങളുടെ തന്നെ ഒരു വീഡിയോയിൽ ത്രൂ ആണ് നമുക്ക് അവരുടെ റെഫറൻസ് കിട്ടിയത്. i.villa എന്ന് പറഞ്ഞിട്ട് ചെയ്തിരുന്ന ഒരു വീഡിയോ എന്നാണ് നമുക്ക് റെഫറൻസ് കിട്ടിയത്. അപ്പോൾ നമ്മൾ പ്ലാനിനായിട്ട് അവരെ സമീപിച്ചു. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ചില റിക്വയർമെൻറ്റ്സ്, നമുക്ക് വളരെയധികം റിക്വയർമെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബേസിക് ആയിട്ടുള്ള 2-3 റിക്വയർമെൻറ്റ്സ് നമ്മൾ അവരോട് പറഞ്ഞു. നമുക്കൊരു സിംഗിൾ സ്റ്റോറിയുടെ ആണ് ആവശ്യം ഉണ്ടായിരുന്നത്. ഒരു ഓപ്പൺ കൺസെപ്റ്റ് വേണമായിരുന്നു. അതുപോലെ നമ്മളിരിക്കുന്ന ഈ കോർട്ട് യാർഡ് നമ്മളൊരു റിക്വയർമെൻ്റ് ആയിരുന്നു. അതുപോലെ കുട്ടികൾക്ക് ഒരു സ്റ്റഡി ഏരിയ, കണക്റ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി ഏരിയ, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ചില റിക്വയർമെൻറ്റ്സ് നമ്മൾ അവരോട് പറഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് ഫസ്റ്റ് പ്ലാനിൽ തന്നെ നമ്മളൊരു 80% നമ്മുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം കവേർഡായി. പിന്നെ ചെറിയൊരു റിവിഷൻ വരുത്തി സെക്കൻഡിൽ തന്നെ നമ്മൾ ഫൈനലൈസ് ചെയ്തു. അപ്പോൾ ഓവറോൾ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ പ്രൊജക്റ്റിൽ. ആവശ്യങ്ങൾ നേരത്തെ തന്നെ ക്ലിയർ ഡിഫൈൻഡ് ആയിരുന്നു. പിന്നെ അതിന് ചേരുന്ന ഒരു ആർക്കിടെക്റ്റിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങൾ രണ്ടാമത് ചെയ്തിരിക്കുന്നത്. അതെ, നമ്മുടെ സർവീസിൽ 100% അവരത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും 100%. പ്ലാൻ മുതൽ എക്സിക്യൂഷൻ, കൺസ്ട്രക്ഷൻ, അതുപോലെ നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈൻ. പിന്നെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് ഒരു തീം അവരുടെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. അവർ വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ ഇല്ല. അപ്പോൾ അവർ ഫുട്ബോൾ പ്ലെയേഴ്സും ആണ്. അവർക്ക് 2 പേർക്കും ഡിഫറെൻറ്റ് ടീംസാണ് ഇത് സപ്പോർട്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർ ഇൻറ്റീരിയർ, ഇവിടെ വീട് കണ്ടല്ലോ, അപ്പോൾ ആ ടീമിൻ്റെ ഡിസൈനും ഫുട്ബോൾ തീമിലുമായിട്ട് അവർ ഇൻറ്റീരിയർ ചെയ്തു തന്നു. വളരെ ഇവിടെ വന്ന എല്ലാവരും, നമ്മളും എല്ലാവരും ആ തീമിനെ അപ്രിഷ്യേറ്റ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളത് കിച്ചണാണ്. അപ്പോൾ അത് വൈഫ് പറയും. കിച്ചൺ നമുക്കറിയാമല്ലോ, നമ്മുടെ ലേഡീസിൻ്റെ മെയിൻ ഏരിയയാണ് കിച്ചൺ. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, കിച്ചൺ എൻ്റെ ഇഷ്ടത്തിന് വേണമെന്ന് പറഞ്ഞിരുന്നു. കുറച്ച് വലുത് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചാലും ഭംഗിയായിട്ട് തന്നെ അവർ നല്ല ഡിസൈൻ, ഞാൻ ഇത്രയും സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷേ നല്ല ഇതായിട്ട് തന്നെ അവർ ചെയ്തു തന്നു. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷം, ഹാപ്പിയാണ്. എല്ലാവർക്കും അതെ, ഇവിടെ വന്നവരെല്ലാവരും മെയിനായിട്ട് പറഞ്ഞത് കിച്ചൺ തന്നെയാണ്. അപ്പോൾ സ്റ്റോറേജ് ഒരുപാടുണ്ട്. ഉള്ള സ്പേസിൽ മുഴുവൻ അവർ സ്റ്റോറേജ് ഏരിയയ്ക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ 100% ഹാപ്പിയാണ്. ഇപ്പോൾ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? ഇപ്പോൾ 4 മാസം. 4 മാസം. അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തോടെ വീട്ടിൽ താമസിക്കാൻ സാധിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനകളും ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓവർ ക്രൗഡഡ് അല്ലാതെ വളരെ മിനിമൽ ആയിട്ടുള്ള സ്റ്റൈലിൽ ഭംഗിയിൽ വീട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും വീട് ഇഷ്ടപ്പെടും. ഇനി അടുത്ത് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ വീടിന് ഏകദേശം എന്ത് കോസ്റ്റ് വരും എന്നുള്ള കാര്യമായിരിക്കും. അതിൽ കൃത്യമായിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ഒന്നുകൂടെ പറയുകയാണ്. ഈ എല്ലാ കോസ്റ്റുകളും നമ്മൾ സബ്ജക്റ്റഡ് ടു ആർക്കിടെക്റ്റ് എന്നാണ് പറയുക. എന്ന് വെച്ചാൽ നിങ്ങൾ ആർക്കിടെക്റ്റിനെ കോൺടാക്ട് ചെയ്തിട്ട് അതിൻ്റെ റേറ്റിനെ കുറിച്ച് അന്വേഷിക്കുന്നതാണ് എന്തുകൊണ്ടും തീർച്ചയായിട്ടും ബെറ്റർ ആയിരിക്കുക. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഞങ്ങൾ 2022-ലും 2023-ലും ചെയ്തിട്ടുള്ള വീടുകൾ അന്ന് പറഞ്ഞ കോസ്റ്റിൽ ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് 2026-ൽ ആർക്കിടെക്റ്റുകളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അത് സത്യത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാൻ സാധിക്കും. പക്ഷേ ആളുകൾ വീണ്ടും അങ്ങനെ വിളിക്കുന്നത് കൊണ്ട് ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. കോസ്റ്റ് നിങ്ങൾ ആർക്കിടെക്റ്റിനെ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. അത് നിങ്ങൾ വീഡിയോ എപ്പോൾ കാണുന്ന ആളാണെങ്കിലും, ഇനി ഈ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് 2-3 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്പ്ലേയിൽ നൽകുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ ഇതിനോടൊപ്പം നൽകിയിരിക്കാം.
ഗോകുൽ അതേപോലെ രാഹുൽ, അങ്ങനെ 2 പേരാണ്. ചെറുപ്പക്കാരായിട്ടുള്ള നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള 2 പേരാണ് ഈ ഒരു സ്ഥാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. കംപ്ലീറ്റ് വർക്കുകളും അവർ ചെയ്തു തരും. പ്ലാനിങ് മുതൽ കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ അടക്കമുള്ള എല്ലാ വർക്കുകളും അവർ മേൽനോട്ടത്തിൽ തന്നെ ചെയ്തു തരുന്ന രീതിയിലാണ് അവർ വർക്കുകൾ ചെയ്യുന്നത്. താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അവർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.